എന്താ? ഒബ്ലാഞ്ചസ് ടെക്ലിപ്തോസ്. ഒബ്ലാഞ്ചസ് ടെക്ലിപ്തോസ്. എന്താ എന്താ വേണ്ടേ? സുനന്ദേച്ചില്ലേ? എന്തിനിപ്പോ സുനന്ദേച്ചി? ചേച്ചി എന്താ? ആ ഇനി മതി, അകത്തേക്ക് കയറിപ്പോ. നീ അല്ലേ സുനന്ദ പറഞ്ഞു 1 മണിക്കൂർ വ്യായാമം ചെയ്യണമെന്ന്? പറഞ്ഞനുസരിച്ചാ മതി. അകത്തേക്ക് കയറിപ്പോണ്ട് മനുഷ്യ. ഇതാ നന്നായി. ഓരെ കണ്ടാല സുരേഷിനെ പോലെ പല്ലിച്ചങ്ങ് നിന്നോളൂ. എന്താടി? മോരുണ്ടെങ്കിൽ നാഴി മോര്. ഇവിടെ മോരൊന്നും ഇല്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ ഇല്ല. എന്താടി മോര്? ഇത്തിരി മോര് കൊടുക്കാറുന്നില്ലേ അടുത്തേ? എന്താ? ഏയ് ഒന്നുമില്ല. ആ ആരെടുത്തിയോ? അല്ല മോര്. ആ പോയി. സുനന്ദക്ക് ഇപ്പോഴും എന്റെ സംശയിക്കണല്ലോ. പെണ്ണുങ്ങൾ കണ്ടാ വിടുവോ? ഞാൻ നടക്കാൻ പോകുമ്പോ ഇടയ്ക്ക് കാണും. ആ പാടത്തിനടുത്ത വീട് ഒറ്റയ്ക്ക ഒരു വീട്ടില് രാത്രി. ആ പാവം. ടെക്ലിപ്തോസ്. ഇതാ എവിടുത്തെ അറിയാനും? ഇവിടെ ജീവനുള്ള അരണ്യങ്ങളോ ഒന്നുമില്ല അല്ലേ ചേച്ചി? ഇത് നീ ഇതോടി കാണിച്ചു തരട്ടെ. ഇതെന്താ കുളത്തിലെ കളി? പോ 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 പോ. എനിക്ക് നീന്തേണ്ട നേരായി. അയ്യോ ഞങ്ങളുടെ അരണ്യങ്ങള്. അരയന്നങ്ങളാ? എവിടെ? ഓ ഇതാണ് അരയന്നങ്ങള്. ചെറിയച്ചാ എന്താ ഇത്? പാവം ശൈത്താൻ. ഏലം ഏലം ഏലേലം. നീന്താൻ അറിയില്ല സാധനത്തിന്. ഹിപ്പോപ്പൊട്ടാമസിനെ പോലെ ഉണ്ട്. ആഹാ ആഹാ ഈഹി. ഒരു തമാശ ആയിട്ട് തരട്ടെ. എന്താടി ഞാൻ പഠിപ്പിക്കാൻ നീന്താൻ. നിന്റെ ചെറിയമ്മ അരച്ചിട്ട് പറ്റിയിട്ടില്ല. പിന്നെയാണ് നീ ഇവിടെ വിടറി. ഞാനിപ്പോ മുങ്ങിപ്പോയി. അയ്യോ അയ്യോ ഓടി വന്നേ. അയ്യോ അറിയപ്പെടുന്ന ആളാണ്. അയ്യോ ഞാൻ പൊത്തിട്ട് പിന്നെ പോയി. അയ്യോ അയ്യോ ചത്തുപോകും. ഇത്തിരി വെള്ളം കുടിക്കട്ടെ, അപ്പൊ നീന്താ. ഒരു ബീഡി എത്തിക്കാൻ ഇത്തിരി തീ തരൂടി രാഗിണിയായി. തീപ്പെട്ടി മതിയോ? സുകുമാര ഞാനത് പിന്നെ നീ ഏതാണ്ട് കൂപ്പില് പഠിക്കുമെന്ന് എപ്പോ വന്നു? ബീഡി തീർന്നല്ലോ സുകുമാര. ബീഡി ഉണ്ടോ ഒരെണ്ണം തരാൻ? സുകുമാര മേലാലി വീടിന്റെ ഉമ്മറത്ത് വന്ന് വിളവെടുത്താണ്ടോ ആനക്കത്തിന്റെ പണ്ടത്തി കരിഞ്ഞാൻ. ഇല്ല ഒരിക്കലും ഇല്ല. എന്റെ അപ്പനാണ് സത്യം.
അങ്ങനെ ആ കാര്യം കഴിഞ്ഞു. ഞാൻ പേടിച്ചു വല്ല അടിയും വഴക്കും ഉണ്ടാക്കുമെന്ന. ഞാനിപ്പോ ഒരു പാവമല്ലേ, പഴയ സ്വഭാവമൊക്കെ എന്നെ വിട്ടു. നല്ലൊന്ന് പൊട്ടിക്കേണ്ടി വന്നു. ഏട്ടൻ വന്നിട്ടുണ്ടോ? കാർ കിടക്കണം. അമ്മ വിളിച്ചു വരുത്തിയതാ. എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പം? എല്ലാരും കൂടി ഭയങ്കര സംസാരമായിരുന്നു. അവസാനം അമ്മ കരഞ്ഞു. ഒരു കാര്യം എല്ലാവരും ആലോചിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താ നിക്കണ കേസാ. ആര് നിൽക്കും? വാദിവാദം നിൽക്കും. രവിളിയും ജയിക്കും. ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം രവികളിന് 2 കുട്ടികൾക്കും ഈക്വൽ ഷെയറിന് അവകാശമുണ്ട്. ദാറ്റ്സ് ഓൾ. എന്തോട്ട് സക്സഷൻ ആക്ട്? നമുക്ക് ഏതെങ്കിലും കൊള്ളാവുന്ന വക്കീലിനെ കാണാം. അതെ, അങ്ങനെ അങ്ങോട്ട് കളിയാക്കൊന്നും വേണ്ട. ഞങ്ങായിട്ട് കോടതിയിൽ അല്പം നെർവസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ലോ പോയിന്റുകൾ പച്ചവെള്ളം പോലെയാ. കോടതി കേസൊന്നും വേണ്ട. അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? രവിയേട്ടന്റെ മക്കൾക്ക് അവകാശമുള്ളത് നമ്മൾ കൊടുക്കുക തന്നെ വേണം. എന്തായാലും അത് നമ്മൾ ചെയ്യണം. ഒന്ന് പോടി കൊടുന്ന്. നീ കൊടുത്തോ? അമ്മയല്ല ആര് പറഞ്ഞാലും ഒരു പൈസ ഞാൻ കൊടുക്കൂല. ഇവളൊരു കഴുത. ബുദ്ധിയില്ല, ബോധമില്ല. എനിക്ക് ബുദ്ധിയില്ല, ബോധമില്ല. നിങ്ങൾക്ക് കണ്ടല്ലോ, അത് മതി. ഞാൻ അമ്മയുടെ ഭാഗത്ത. രവിയേട്ട, രാവിലെ മുതൽ അമ്മ അന്വേഷിക്ക. എന്താ, ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു പ്രശ്നമായോ? എന്താ ഏട്ടാ, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ കോടതിയും കേസിന്റെ കാര്യം പറഞ്ഞാട്ടു. എന്താ സുനന്ദേ? ഓ, ഒന്നും അറിയാത്ത പാവം. അളിയൻ വിളഞ്ഞ പുള്ളിയാണ് കേട്ടോ. എല്ലാ കളിയും കളിച്ചിട്ട് മാറുക, എന്നിട്ട് പിന്നിലിരുന്ന് ഇങ്ങനെ വലിക്കുക. കൊച്ചു കള്ള. കൈയെടുക്കടാ. ചൂടാവല്ലേ? ഒന്നുമില്ല, നീ പോയിക്കോ അങ്ങോട്ട്. കാര്യം എന്താ വെച്ചാ പറയേ. ആരെങ്കിലും കാര്യം ഇത്രയേ ഉള്ളൂ. അച്ഛനുള്ളപ്പോൾ ഭാഗം കഴിഞ്ഞതാ. 5-8 കൊല്ലായി. ഒക്കെ ഭൂമിയാ. ഞങ്ങൾ അതൊക്കെ എടുത്ത് അലമാരി വെച്ചേക്കല്ല. ചിലർ വിറ്റു, ചിലർ ബാങ്കിൽ സെക്യൂരിറ്റി വെച്ച് ലോൺ എടുത്തു. അമ്മ എപ്പോൾ പറയണു രണ്ടാമത് ഭാഗിക്കണമെന്ന്? എന്തിനെ? എന്തിനാണെന്ന് ഞങ്ങൾ എങ്ങനെ പറയാം? അമ്മയെ കൊണ്ട് പറയാൻ പറ്റുക ഞങ്ങളല്ലല്ലോ. പിന്നാരാ? ഞാനോ? എനിക്കെന്തിനാ ഇവിടെ ഭൂമിയും സ്വത്തുക്കളും? ഞാൻ അന്യനാട്ടിൽ ജീവിക്കുന്ന ഒരാൾ. എനിക്കവിടെ സ്വന്തമായിട്ടൊരു മുറി അടുക്കളയുണ്ട്. അത് തന്നെ ധാരാളം. പിന്നെ എനിക്കിവിടെ കുറെ ഭൂമി കിട്ടിയിട്ട് എന്തിനാ? വിൽക്കാലോ? വിറ്റ് പണമായിട്ട് കിട്ടിയാ പുളിക്കോ? എൻ്റെ പൊന്നു മോളെ, പുളിക്കൊന്നുമില്ല, എന്നാലൊട്ടും മധുരിക്കോ ഇല്ല. ഇക്കണ്ട കാലം മുഴുവൻ എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്നതുകൊണ്ട് സുഖമായിട്ട് ജീവിച്ചയാളാ രവിയേട്ടൻ. പിന്നെ എനിക്ക് 2 പെൺകുട്ടികളാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവർ വഴിയാധാരായി പോരെന്നൊരു ആശയുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ പൊന്നും പണമൊന്നും എനിക്ക് വേണ്ട. അപ്പൊ പിന്നെ അമ്മ ഈ പറയണതോ? എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. എന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്ക്, അല്ലെങ്കിൽ കോടതി കയറേണ്ടി വരും. അളിയോ, രവി ഇപ്പോൾ ഒരു പാവ. കോലിട്ട് കുത്തിയാൽ പോലും കടിക്കാൻ നിൽക്കാറില്ല. എന്ന് വെച്ച് മോശക്കാരനൊന്നുമല്ല. കോടതി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. അതൊക്കെ ഞാനും കുറെ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ജീവിച്ച ആളാ. ചിലപ്പോൾ ചില അണ്ടർവേൾഡ് കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അയ്യോ, അവിടെ കേസും വകുപ്പൊന്നും നടക്കില്ല കേട്ടോ. തോക്കും പിടിയുള്ളൂ. ഗംഗേട്ടൊന്ന് പേടിക്കാതിരിക്കേ. അതിലും വലിയ മാഫിയ കണക്ഷൻസ് എനിക്കുണ്ട്. ഓ, ആ